തൻ്റെ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ച വാത്സല്യത്തോടെ നമ്മെ വഴിതിരിച്ച, സ്നേഹിച്ച, നല്ലത് ചൂണ്ടിക്കാണിച്ചു തന്നില്ല, നമ്മുടെ തെറ്റുകളിൽ അരുതെന്ന് പറഞ്ഞ, നമ്മുടെ വിജയങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ ശ്രീ യേശുദാസ ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ഈ വേളയിൽ ഇത്തിരി നൊൻപതിനത്തോടെ അല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. യേശുദാസ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ആഴമുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ ഓർമ്മകളാണ്. ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തുന്നവൻ നിധി കണ്ടെത്തുന്നതിന് തുല്യമാണ് എന്ന ബൈബിൾ വാക്യം സാറിൻ്റെ കാര്യത്തിൽ പ്രസക്തമാണ്. ഞാൻ കൂടെയുണ്ട് എന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മളോട് കാണിച്ചു തന്ന വ്യക്തിയാണ് ശ്രീ യേശുദാസ് സാർ. കുട്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒരു പ്രത്യേക ചാരുത അദ്ദേഹത്തിനുണ്ട്. സഹപ്രവർത്തകരുടെ വേദനകൾ തിരിച്ചറിയാനും അവരുടെ വേദനകളിൽ പങ്കുചേരാനും യേശുദാസ് സാറ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നെ പ്രത്യേകിച്ച് സ്പർശിച്ച സംഭവം കൊറോണ പോസിറ്റീവായി ലോകം മുഴുവൻ കൊറോണയുടെ പിടിയിലേക്ക് അമരുന്ന ആ കാലഘട്ടം, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊറോണ പോസിറ്റീവായവരെ ക്വാറന്റൈൻ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഞാനും കൊറോണ പോസിറ്റീവായി. ആ സമയങ്ങളിൽ ചുറ്റുപാടിലുള്ള എല്ലാവരും നമ്മളെ ഭയപ്പാടോടെ കാണുന്ന നിമിഷങ്ങളിൽ കാട്ടൂർ ഹോളി ഫാമിലി സ്കൂളിലെ പ്രിൻസിപ്പലായ സാറ് എല്ലാ ദിവസവും എൻ്റെ വീടിൻ്റെ പടിവാതിക്കലെത്തും. സാറിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകാനുള്ള പച്ചക്കറിയോ ചിക്കനോ ഫ്രൂട്ട്സോ ഒന്നുമല്ല, എൻ്റെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്നിട്ടാണ് സാറിൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പോകുന്നത്. എല്ലാ ദിവസവും ആ വഴിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനലിലൂടെ സംസാരിക്കും. ഞാനന്ന് വീടിൻ്റെ മുകളിൽ ക്വാറന്റൈനിലാണ്. കൊറോണ പോസിറ്റീവ് ആകുന്നത് കോവിഡിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ്. കളക്ടറൽ കോൺഫറൻസ് ഹാളിൽ ഡ്യൂട്ടിക്കിടെയാണ് പോസിറ്റീവ് ആകുന്നത്. ഒരു കാലഘട്ടത്തിലും അത് നമുക്ക് മറക്കാൻ കഴിയില്ല. വേർതിരിവുകളില്ലാതെ എല്ലാവരോടും സൗഹൃദമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാറിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെറുപുഞ്ചിരിയോടെ ഏറെ എന്ത് കാര്യത്തെയും തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. സാറിൻ്റെ ഇത്രയും കാലത്തെ അധ്യാപന ജീവിതം ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. തൻ്റെ മുൻപിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിൽ ഇടം ഉറപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകളും പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഒരു കർക്കശ്യം നിറഞ്ഞ പ്രിൻസിപ്പലാണെങ്കിൽ സഹപ്രവർത്തകർക്ക് സ്നേഹസമ്പന്നനായ ഒരു സഹപ്രവർത്തകനായിരുന്നു. സാറിൻ്റെ മനോഹരമായ കയ്യക്ഷരം ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും സർവീസ് ബുക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്കൂളിലെ പ്രശ്നങ്ങൾ ഒരു കാലത്തും സാറ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ സോണിയ ടീച്ചറും വിനയും ഒക്കെ പറയുന്നത് ഞാൻ കണ്ടു.
വീട്ടിലെ പ്രശ്നങ്ങൾ, സ്കൂളിലെ പ്രശ്നങ്ങൾ സ്കൂളിൻ്റെ വരാതിയിൽ തന്നെ ഉപേക്ഷിച്ചാണ് സാറ് വീട്ടിലേക്ക് പോവുക. വീട്ടിൽ ചെന്നാൽ ഒരു നല്ല ഭർത്താവായും നല്ല അച്ഛനായും നല്ല മകനായും സാറ് മാറിയിരുന്നു. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ലീവ് എടുക്കുന്നതിനും സാറിന് മടിയില്ലായിരുന്നു. താനില്ലെങ്കിൽ സ്കൂളില്ല എന്നൊരു ചിന്തയൊന്നും ഒരിക്കലും സാറിനെ അലട്ടിയിരുന്നില്ല. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം കുടുംബകാര്യങ്ങളിലും ശ്രദ്ധിക്കുവാൻ അദ്ദേഹത്തിന് അതിലൂടെ കഴിഞ്ഞു. മറ്റുള്ളവരുടെ വേദനകളിൽ വേദനിച്ചിരുന്ന ഒരു യേശുദാസ് സാറിനെയും ഞാൻ കാണാനിടയായി. റാഫേൽ സാറ് പ്രിൻസിപ്പലായിരിക്കുന്ന സമയം വളരെ പെട്ടെന്നാണ് ആകസ്മികമായി സാറിൻ്റെ അച്ഛൻ മരണമടയുന്നത്. യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന റാഫേൽ സാറിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണമടഞ്ഞപ്പോൾ സാറ് കരഞ്ഞുകൊണ്ട് ജോസാനി സാറും യേശുദാസ് സാറും ഞാനും ഒക്കെ നിൽക്കുന്നിടത്തേക്ക് വന്നു. പിന്നീട് ഞങ്ങൾ കാണുന്നത് റാഫേൽ സാറിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന യേശുദാസ് സാറിനെ. അപ്പം മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി കാണാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് സാറ് എന്ന് അന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. കരയുന്നത് യേശുദാസ് സാറാണ്. വളരെ നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. സാറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് കാലഘട്ടം വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നീങ്ങും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മക്കൾ രണ്ടുപേരും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് A+ഓടുകൂടി നല്ല നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സാറിന്, കുടുംബത്തിനും ഈ ലിയോ 13-ന്റെ മുഴുവൻ അധ്യാപകരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും യാത്രാ മംഗളങ്ങളും നേരുന്നു.